അല്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെ പ്രതിനിധി വലിയ വിഷമത്തോടെ പറഞ്ഞത് ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കി പാനലിസ്റ്റുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരാണെന്ന്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടല്ല, ഈ അമ്പലക്കൊള്ള നടത്തിയിട്ടുള്ള അമ്പലം വിഴുങ്ങലായിട്ടുള്ള CPM-നെതിരാണ് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. കാരണം നിങ്ങളതിൽ പ്രതിസ്ഥാനത്താണ്, നിങ്ങൾ ആരോപണ വിധേയരാണ്, നിങ്ങൾ അമ്പലം വിഴുങ്ങികളാണ്, നിങ്ങൾ അയ്യപ്പനെ മുതൽ കട്ടെടുത്തവരാണ്. സ്വാഭാവികം മാത്രമാണ് നിങ്ങൾക്കെതിരായിരിക്കും പൊതുസമൂഹത്തിൻ്റെ വികാരം എന്ന് പറയുന്നത്. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, നിങ്ങളും BJP-യും വർഗീയത ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചവരാണ്, നിങ്ങൾ അതിൽ തുല്യത പാലിക്കാൻ ശ്രമിച്ചവരാണ്, നിങ്ങൾ അതിലൊരു ഡ്രോ എങ്കിലും പിടിക്കണം. അപ്പുറത്തെ ചെങ്കോട്ടുകോണ സ്വാമിയെ കൊണ്ടുവന്ന് അവർ വർഗീയ പ്രസംഗം നടത്തുമ്പോൾ ഇപ്പോഴത്തെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പ്രചാരകന്റെ കത്ത് വായിച്ച് മേനിനടിച്ചവരല്ലേ നിങ്ങൾ? അപ്പോൾ വർഗീയതയുടെ കാര്യത്തിൽ BJP-യുമായി സമാസമം നിൽക്കാനെങ്കിലും ഒരു ഡ്രോ പിടിക്കാനെങ്കിലും നിങ്ങൾ നടത്തിയ പരിശ്രമമാണ് നിങ്ങൾ രണ്ടുപേരും നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമങ്ങൾ കണ്ടത്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി സമരം ചെയ്ത് ജയിലിൽ പോയവരാണ്. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? CBI-യുടെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, ഈ കേരള പോലീസിന്റെ പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിന്റെ രാഷ്ട്രീയ സത്യസന്ധത എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക? ഇവിടെ നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികളാണ്. ഇനി കേന്ദ്ര ഏജൻസികളെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് 2021 സോളാർ കേസ് CBI-ക്ക് വിട്ടത്? 2021 ഈ പറയുന്ന ഒരു വിശ്വാസ്യതയില്ലാത്ത പരാതിക്കാരിയുടെ ഒരു പരാതി കാൽപ്പായ കടലാസിൽ കിട്ടിയപ്പോഴേക്ക് നിങ്ങൾ അത് CBI-ക്ക് വിട്ടത് ഓർമ്മയില്ലേ? ഇനി വേണ്ട, നിരവധി കേസുകൾ വന്നപ്പോൾ മമതാ ബാനർജി സർക്കാർ ബംഗാളിൽ ചിറ്റ് സ്കാം അടക്കമുള്ള നാരദ സ്കാം അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? ബംഗാളിലെ CPM നേതൃത്വം എന്ത് അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്? CBI അന്വേഷണമല്ലേ ആവശ്യപ്പെട്ടത്? അപ്പോൾ നിങ്ങൾക്ക് CBI-യിൽ വിശ്വാസം ഉണ്ടായോ? ശരിയാണ്, CBI കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതിൽ ഏറ്റവും അധികം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതോ അല്ല, ഞങ്ങളെ ഏറ്റവും അധികം BJP ആക്രമിക്കുന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ്. ഞങ്ങളത് സധൈര്യം നേരിടുന്നുണ്ട്. ഞങ്ങളാരും അമിത്ഷായുടെ കാലിന് ചുവട്ടിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്ത് സാഷ്ടാംഗം നമസ്കരിക്കുന്നില്ല. ഇവിടെ RSS-നെതിരായിട്ട് BJP-ക്കെതിരായി നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി പോരാട്ടം നയിക്കുന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഊരിപ്പിടിച്ച വാളുടെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കൂടി നടന്നുപോയി എന്ന് പറയുന്ന പിണറായി വിജയൻ ഇപ്പോൾ അമിത്ഷായുടെ പാതാരവിന്ദങ്ങളിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. മകനെതിരെ വന്നിട്ടുള്ള ED നോട്ടീസ് അവൈഡ് ചെയ്യാൻ, മകൾക്കെതിരെ നടക്കുന്ന മാസപ്പടി കേസിന് രക്ഷ നേടാൻ, SNC ലാവലിംഗ് കേസ് അനന്തകാലം നീട്ടിവെക്കാൻ, അങ്ങനെ എത്രയോ കേസുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങളെ പ്രത്യയശാസ്ത്രം പോലും നിങ്ങളെ ചെങ്കൊടി നിങ്ങൾ ഈ BJP-ക്കാരുടെ കാലിന് ചോട്ടിൽ പോയി കൊണ്ട് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ഈ നാണം കെട്ട അവസ്ഥയായിട്ട് കോൺഗ്രസിനെ കുറ്റം പറയാൻ നിൽക്കേണ്ട. ഇനി പറഞ്ഞ കാര്യം എന്താ? രാഹുൽ ഗാന്ധി ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം കൃത്യമായി നിലപാടുണ്ട്. അത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. ഒന്ന്. രണ്ട്, ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റാണ് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ മാറ്റി കൊടുത്തത്. യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ എന്നും വിശ്വാസികൾക്കൊപ്പായിരുന്നു. ഇനി നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയാൻ തയ്യാറാണോ? നിങ്ങൾ ഇപ്പോഴും തരം കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ശ്രമിക്കുന്നവരാണ്. ഓർമ്മയിലെ പിണറായി വിജയന്റെ പത്രസമ്മേളനം ആചാരലംഘനം നടന്നതിന് ശേഷം പിണറായി വിജയൻ രാമായണ സീരിയലിലെ രാക്ഷസന്മാരെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നല്ലോ, ആചാരലംഘനം നടന്നല്ലോ, ഇനിയും വേണോ എന്ന് ചോദിച്ചത് മറന്നുപോയോ? നിങ്ങളുടെ സ്വരാജ് നടത്തിയിട്ടുള്ള പരാമർശം നിങ്ങൾ മറന്നുപോയോ? പ്രളയകാലത്ത് പ്രളയജലം വന്ന് പമ്പാ നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ കന്യ അയ്യപ്പന്മാർ വരാത്തത് കൊണ്ട് ഈ മാളികപ്പുറത്തമ്മയുടെയും അയ്യപ്പന്റെയും വിവാഹം കഴിഞ്ഞെന്ന് ശബരിമലയിലെ വിശ്വാസങ്ങളെ അവഹേളിക്കും വിധം പ്രസംഗിച്ചതാരാ? സ്വരാജ് അല്ലേ? ഈ സ്വരാജ് ആരായിരുന്നു? അയ്യപ്പന്റെയും മാളികപ്പുറത്തമ്മയുടെയും കല്യാണം നടത്താനുള്ള മൂന്നാന്റെ പണിയാണോ, ബ്രോക്കറുടെ പണിയാണോ സ്വരാജിനുള്ളത്? അപ്പൊ വൃത്തികെട്ട രീതിയിൽ ശബരിമല ആചാരത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത സ്വരാജിന്റെ പിണറായി വിജയന്റെ പാർട്ടികൾ, തന്ത്രി കുടുംബത്തെ അവഹേളിച്ച പിണറായി വിജയന്റെ പാർട്ടിക്കാർ ഇവിടെ അയ്യപ്പ വിശ്വാസികളുടെ വക്കാലത്തൊന്നും എടുക്കേണ്ട. നിങ്ങൾ ശബരിമല എല്ലാ കാലത്തും തർക്കാൻ ശ്രമിച്ചവരാണ്. അല്ലല്ല, എന്തെന്ന് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുള്ള കാര്യമല്ലേ? വീഡിയോ അവൈലബിൾ അല്ലേ? സ്വരാജ് പറഞ്ഞതിന്റെ വീഡിയോ 24 ചാനൽ ലീക്കിനുണ്ടാവല്ലോ. പിണറായിയുടെ പ്രസംഗം ഓർമ്മയില്ലേ? 14 ജില്ലയിലും പോയി തന്ത്രി കുടുംബത്തെ പുലഭ്യം പറഞ്ഞവർക്ക് എന്നുമല്ല തന്ത്രിമാർ വലിയ ആളുകളായത്. നിങ്ങൾ മറന്നുപോയി, ഇതെല്ലാം മറന്നുപോയി എന്നാണ് കരുതിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.